ഒരു ദിവസം ഒരു വലിയ കപ്പല് കേടായി പോയി. കടലിന് നടുവിലാണുള്ളത്. മുതലാളി ആകെ ടെൻഷനിലാണ്. ഒരുപാട് എഞ്ചിനീയർമാർ പല ബോട്ടിലും വരുന്നു, അവരൊക്കെ ചെക്ക് ചെയ്യുന്നു. അവർ ചെക്ക് ചെയ്തിട്ടൊന്നും ഇത് നന്നാവുന്നില്ല. പല രീതിയിലും നോക്കിയിട്ടും എഞ്ചിൻ ഓൺ ആവുന്നില്ല. അപ്പോഴാണ് അവസാനം ഒരു എഞ്ചിനീയർ പറഞ്ഞ് ഞാൻ ശരിയാക്കി തരാമെന്നുണ്ട്. അദ്ദേഹം വരുന്നു. ആ മറൈൻ എഞ്ചിനീയർ വന്നിട്ട് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്ന എഞ്ചിന്റെ എല്ലാ ഭാഗങ്ങളും നോക്കി അവസാനം കൂടെ തന്നെ ഇങ്ങനെ ഓണർ ഇങ്ങനെ നടക്കുകയാണ്. എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇതൊന്ന് സ്റ്റാർട്ടായി കിട്ടാതെ ഇത് കരക്കെത്തിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹം ഒരു പ്രത്യേക എഞ്ചിന്റെ ഒരു പ്രത്യേക സ്ഥലത്തെത്തുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ടൂൾ ബോക്സിൽ നിന്ന് ഒരു ചെറിയ ചുറ്റിക എടുക്കുന്നു. ആ ചുറ്റിക എടുത്തിട്ട് എഞ്ചിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് 2-3 അടി മെല്ലിങ്ങനെ അടിക്കുന്നു. അത്രയും മാത്രം ചെയ്തതിനു ശേഷം എഞ്ചിൻ ഓണാക്കാൻ പറയുന്നു. കപ്പൽ സ്റ്റാർട്ടായി, കപ്പൽ മൂവ് ആകാൻ തുടങ്ങി എന്നുള്ളതാണ്. ശേഷം ഈ വന്ന എഞ്ചിനീയർ ഒരു ബില്ല് കൊടുക്കുന്നുണ്ട്. ആ ബില്ല് കൊടുക്കുമ്പോൾ 25,000 രൂപയുടെ ഒരു ബില്ലാണ് കൊടുക്കണം. അപ്പോൾ ഓണർ ചൂടായി. നിങ്ങൾ എന്താണ് ആകെ നിങ്ങൾ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു ചുറ്റിക എടുത്ത് ഇങ്ങനെ 2 അടിയല്ലേ അടിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എഞ്ചിനീയർ പറയുന്ന മറുപടിയാണ്, ഞാൻ ചുറ്റിക കൊണ്ട് അടിച്ചിട്ടേ ഉള്ളൂ. ആ ചുറ്റിക കൊണ്ട് അടിച്ചതിന് ഞാൻ ആകെ 1000 രൂപയെ ചാർജ് ചെയ്തുള്ളൂ. നിങ്ങൾ ബില്ല് നോക്കിയാൽ മതി. പക്ഷെ അത് എവിടെ അടിക്കണം എന്ന് കണ്ടുപിടിച്ചതിനാണ് ഞാൻ 24,000 രൂപ ചാർജ് ചെയ്തിരിക്കുന്നത്. അതെന്റെ എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ 30 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. നിങ്ങൾ വേറെ പല എഞ്ചിനീയർമാരെ കൊണ്ടുവന്നിട്ടും അത് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആളുകളുടെ എക്സ്പീരിയൻസിന്, അനുഭവ സമ്പത്തിന് നമ്മൾ വിലയിടാൻ നിൽക്കരുത് എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ നമ്മളും നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അനുഭവ സമ്പത്തിന്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.